നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. പുതുതായി എത്തിയ മലയാളി വിദ്യാർത്ഥികൾക്ക് കൈരളി UKയുടെ ഓറിയന്റേഷൻ സെഷൻ ഈ മാസം 19-ന്. UKയിലേക്ക് പുതുതായി പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങിച്ചേരുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന കൈരളി UKയുടെ ഓറിയന്റേഷൻ ഈ മാസം 19 വ്യാഴാഴ്ച ഓൺലൈനിൽ നടക്കും. പുതിയ സ്ഥലം, പുതിയ സാഹചര്യം, പുതിയ ജീവിതം, മറ്റൊരു രാജ്യത്തിലെ സംവിധാനങ്ങളും നിയമങ്ങളും തുടക്കത്തിലെ മനസ്സിലാക്കുക, പാർട്ട് ടൈം ജോലി, താമസം, മെഡിക്കൽ, ബാങ്ക് അക്കൗണ്ട്, ഡ്രൈവിംഗ്, കോഴ്സ്, വർക്ക് തുടങ്ങി ഏറെ ചോദ്യങ്ങളാണ് UKയിലെ യൂണിവേഴ്സിറ്റികളിൽ പുതുതായി എത്തുന്ന വിദ്യാർത്ഥികൾ ചോദിച്ചറിയാറുള്ളത്. കുടുംബമായി എത്തുന്നവർക്ക് സ്കൂൾ, ചൈൽഡ് കെയർ, പങ്കാളിയുടെ ജോലി തുടങ്ങി അനവധി ചോദ്യങ്ങളും കൂടാതെ ഇപ്പോൾ പഠിക്കുന്നവരോടും മുൻപ് പഠിച്ച് ഇപ്പോൾ ജോലി ചെയ്യുന്നവരോടും സംവാദിക്കാനുള്ള അവസരവും UKയുടെ എല്ലാ ഭാഗങ്ങളിലും യൂണിറ്റുള്ള കൈരളി UK അതത് സ്ഥലങ്ങളിലെ പ്രവർത്തകരുമായി ചേർന്ന് സഹായിക്കും. സമരം അവസാനിപ്പിക്കാൻ ജൂനിയർ ഡോക്ടർമാരുടെ 22% ശമ്പള വർധനവ് അംഗീകരിക്കുന്നു. 22.3% ശമ്പള വർധനവും റെസിഡന്റ് ഡോക്ടർമാർ എന്ന പുതിയ പേരും അംഗീകരിച്ചു. 2 വർഷത്തോളം നീണ്ട സമരത്തിനൊടുവിൽ ശമ്പള വർധനവ് അംഗീകരിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്നതായി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അറിയിച്ചു. NHS ഫൗണ്ടേഷൻ ട്രെയിനിംഗ് ആരംഭിക്കുന്ന ഒരു ഡോക്ടർക്ക് നിലവിലുള്ള £32,400 എന്നതിൽ നിന്നും ശമ്പളം £36,600 ഉയരും. അതേസമയം പൂർണ്ണസമയ സ്പെഷ്യാലിറ്റി ട്രെയിനിംഗ് ആരംഭിക്കുന്ന ഒരു ഡോക്ടർക്ക് പ്രതിവർഷം £43,900 എന്നത് £49,900 ഉയരും. പുതിയ ശമ്പള പാക്കേജിൽ 2023 മുതൽ മുൻകാല പ്രാബല്യത്തോടെയുള്ള 4.05% ശരാശരി വർധനയുണ്ട്. വെയിൽസിലെ ജൂനിയർ ഡോക്ടർമാരും ശമ്പള വർധനവ് അംഗീകരിച്ചുകൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. നോർത്തേൺ അയർലൻഡിൽ ശമ്പള വർധനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കോട്ട്ലൻഡിൽ കഴിഞ്ഞ വർഷം സർക്കാർ നിർദ്ദേശിച്ച ശമ്പള പാക്കേജ് ജൂനിയർ ഡോക്ടർമാർ അംഗീകരിച്ചിരുന്നു. NHS ഇംഗ്ലണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് അമാൻഡ പ്രിച്ചാർഡ് BMAയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ലണ്ടനിലെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിന്റെ ഒരു ഭാഗത്ത് ഗതാഗതം നിരോധിക്കാനുള്ള പദ്ധതികൾ സാദിഖ് ഖാൻ പ്രഖ്യാപിച്ചു. ലണ്ടനിലെ ലേബർ ഗവൺമെന്റ് പിന്തുണയ്ക്കുന്ന വിപുലമായ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമാണിത്. ഉപപ്രധാനമന്ത്രി ഓക്സ്ഫോർഡ് സ്ട്രീറ്റിനെ ജനപ്രിയ ഷോപ്പിംഗ് സെന്ററാക്കി മാറ്റുമെന്ന് അവകാശപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഷോപ്പിംഗ് ഏരിയകളിലൊന്നായ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ പ്രതിദിനം 1.5 ലക്ഷത്തോളം സന്ദർശകരാണ് എത്താറുള്ളത്. ഓക്സ്ഫോർഡ് സർക്കസിനും മാർബിൾ പാർക്കിനുമിടയിൽ 0.7 മൈലാണ് കാൽനടയായി സഞ്ചരിക്കേണ്ട ഏരിയ. ലണ്ടൻ അസംബ്ലിയുടെ കൂടിയാലോചനയുടെയും പരിഗണനയുടെയും നിയമപരമായ കാലയളവിന് ശേഷം മാത്രമേ ഇത് നടപ്പിലാക്കാൻ സാധിക്കൂ. ഈ ഭാഗങ്ങളിൽ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള വാഹനപ്രവേശനം ഞായറാഴ്ച ഒഴികെ ടാക്സികൾക്കും ബസ്സുകൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ആഭ്യന്തര സെക്രട്ടറി യെവറ്റ് കൂപ്പർ ഫണ്ടിംഗ് ബൂസ്റ്റ് പ്രഖ്യാപിച്ചു. അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും ആളുകളെ കള്ളക്കടത്തുകാരെ നേരിടുന്നതിനുമായി £75 മില്യൺ ധനസഹായമായി ആഭ്യന്തര സെക്രട്ടറി യെവറ്റ് കൂപ്പർ പ്രഖ്യാപിച്ചു. UKയുടെ ബോർഡർ സെക്യൂരിറ്റി കമാൻഡിന്റെ കഴിവുകൾ മെച്ചപ്പെടുത്താനും പുതിയ സാങ്കേതിക വിദ്യ എത്തിക്കാനുമാണ് ക്യാഷ് ഇഞ്ചക്ഷൻ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞു. 1000-ലധികം കുടിയേറ്റക്കാർ UKയിലെത്തിയതായും ശനിയാഴ്ച ചാനലിലൂടെ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ 8 പേർ മരിക്കുകയും ചെയ്തിരുന്നതായും യെവറ്റ് കൂപ്പർ പറഞ്ഞു. മുൻ ഗവൺമെന്റിന്റെ റുവാണ്ട സ്കീമിന് നൽകാൻ ആദ്യം അനുവദിച്ച പണം പദ്ധതികളുടെ ഫണ്ടിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. കൂടാതെ ഹിഡൻ ക്യാമറകളും മോണിറ്ററിംഗ് സാങ്കേതികവിദ്യയും പാക്കേജിന്റെ ഭാഗമായിരിക്കും. കൂടാതെ ഈ വർഷമാദ്യം സർക്കാർ പ്രഖ്യാപിച്ച 100 സ്പെഷ്യലിസ്റ്റ് അന്വേഷകരെ കൂടി നാഷണൽ ക്രൈം ഏജൻസി കാണും. ലണ്ടനിലെ ഗതാഗത തടസ്സം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഡ്രോൺ വഴി രക്തസാമ്പിളുകൾ അയക്കും. ലണ്ടനിലുടനീളമുള്ള ഗതാഗത തിരക്ക് കാരണം പ്രധാന ആശുപത്രികളിൽ നിന്ന് രോഗികളിൽ നിന്നെടുത്ത അടിയന്തര രക്തസാമ്പിളുകൾ ഡ്രോൺ ഉപയോഗിച്ച് വിശകലനത്തിനായി അയക്കും. ഗൈസ് ഹോസ്പിറ്റലിലും സെന്റ് തോമസ് ഹോസ്പിറ്റലിലെ ലാബിനുമിടയിൽ സാമ്പിളുകൾ അയക്കുന്നതിന് റോഡ് മാർഗം 1/2 മണിക്കൂറിലധികം എടുക്കും. എന്നാൽ ഇപ്പോൾ ഡ്രോൺ വഴി 2 മിനിറ്റിനുള്ളിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് അധികൃതർ പറഞ്ഞു. ഹെൽത്ത് കെയർ ലോജിസ്റ്റിക് കമ്പനിയായ എപ്പിയാനും ഡ്രോൺ ഡെലിവറി കമ്പനിയായ വിങ്ങുമായി ചേർന്ന് പരീക്ഷണം നടത്തുന്ന പൈലറ്റ് സ്കീം 2024 ശരത്കാലത്തോടെ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. UK 1,50,000 എംപോക്സ് വാക്സിൻ ഡോസുകൾ ഓർഡർ ചെയ്തു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ പടരുന്ന പുതിയ സ്ട്രെയിനായ ക്ലേഡ് IB എംപോക്സിന്റെ കേസുകളൊന്നും UKയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും 1,50,000-ലധികം വാക്സിൻ ഡോസുകൾ എംപോക്സിനെതിരെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.